നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാർത്തിക്കിന് വളരെ സീരിയസാ. ബന്ധുക്കളെ വിവരം അറിയിച്ചേക്കാൻ ഡോക്ടർ പറഞ്ഞു. നീ കാർത്തികിന്റെ കൊച്ചിനെ പ്രസവിച്ചോളാ. ആ സ്വത്തുക്കളെല്ലാം നിന്റെ മകൾക്കുള്ളതാ. അത് നീ തട്ടിയെടുക്കണം. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട്. നിന്നെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. വിശ്വസിക്കണം. നീ കാർത്തികിന്റെ ബെഡ്റൂമില് ഒരു രാത്രി അന്തി ഉറങ്ങിയെന്നൊക്കെ കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അതിനാ ഞാൻ ദേഷ്യപ്പെട്ടത്. ദേ ഇപ്പോ പറ്റിയ സമയം. കാർത്തിക് കോമാ സ്റ്റേജിൽ ICUവിൽ കിടക്കുന്നു. ആ സിമ്പതി പിടിച്ചുപറ്റി ഇപ്പോ ചെമ്പകമംഗലത്ത് നീ കേറി പറ്റണം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ വന്നതും മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതും എന്തിനാന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. എന്റെ കാർത്തിയേട്ടനെ എനിക്ക് വേണം. കാർത്തിയേട്ടനില്ലാതെ മീനാക്ഷിക്കൊരു ജീവിതം ഇല്ലെന്ന് മറ്റാരെക്കാളും അറിയാവുന്ന ആളോട് ഞാൻ അപേക്ഷിക്കുന്നത്. മരുന്നിനും ചികിത്സയ്ക്കും ചെയ്യാവുന്നതിനപ്പുറം അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ള അമ്മ തന്നെ ഇതിനുള്ള പരിഹാരം കണ്ടുപിടിച്ച് തരണം. എന്റെ കണ്ണീര് കണ്ടില്ലെന്ന് നടിക്കരുത്. സിസ്റ്റർ 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 ദൈവമേ, എന്റെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ള അമ്മയുടെ മുൻപിലാ മീനാക്ഷി നിൽക്കുന്നത്. അതും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം പറഞ്ഞുകൊണ്ട് എത്രയും വേഗം എനിക്കൊരു ഉത്തരം തരണം.
എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ ദൈവമേ. എന്തായാലും ബന്ധുക്കളെ വിവരം അറിയിക്കാം അല്ലേ? അതെ, അതാ നല്ലത്. പേഷ്യന്റിന്റെ ആരാ പുറത്തുള്ളത്? മദർ. ബന്ധുക്കളെ വിവരം അറിയിക്കാൻ അവരോട് പറഞ്ഞേക്ക്. ശരി ഡോക്ടർ. സിസ്റ്ററെ, കാർത്തികിന് വളരെ സീരിയസ്. ബന്ധുക്കളെ വിവരം അറിയിക്കാൻ ഡോക്ടർ പറഞ്ഞു. ബന്ധുക്കളെ വിവരം അറിയിക്കാൻ ഡോക്ടർ പറഞ്ഞു. ദൈവമേ, എന്റെ കുഞ്ഞ്. മറ്റാശ്രയമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടി ഇവിടേക്ക് വന്ന് ഇതുപോലെ നെഞ്ച് തകരുന്ന അവസ്ഥയിലൊക്കെ ഞാൻ ഇവിടെ വന്ന് പറയുമ്പോ എനിക്ക് അവിടെ നിന്ന് ഉത്തരം തന്നിട്ടുണ്ട്. ആ പ്രതീക്ഷയിൽ തന്നെയാ ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന. എന്റെ കുഞ്ഞിനൊരു ആപത്തുണ്ടായപ്പോ രക്ഷിച്ച ദേവിയോടല്ലാതെ മറ്റാരോടും എനിക്ക് അപേക്ഷിക്കാനില്ല. എന്റെ കാർത്തികനായിരുന്നാത്ത എന്തെങ്കിലും സംഭവിച്ച പിന്നെ മീനാക്ഷിയില്ല. ഇതിനപ്പുറം എനിക്കൊരു അപേക്ഷയില്ല. എന്നെ കൈവിടരുത്. കാർത്തികന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് പകരമായിട്ട് എന്റെ ജീവൻ എടുത്തു. ഒരു പരിഭവവും പരാതിയില്ലാതെ സന്തോഷത്തോടെ എന്റെ ജീവൻ ഞാൻ തരും. എന്റെ എല്ലാ തെറ്റുകളും പുറത്ത് കരുണ ഉണ്ടാവണേ ദേവി. ദേവി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.